Hello everybody, welcome to Joe Talk Football. അങ്ങനെ ചെൽസിയുമായിട്ട് ഡ്രോ 10 men ചെൽസിയുമായിട്ട് ഡ്രോ. Come on guys, Chelsea deserved a point. 100% Chelsea deserved a point in that game. കാരണം Chelsea were a better team. Overall, ചെൽസിക്ക് ആ ഗെയിമിൽ നിന്ന് ജയിക്കണമെന്നുണ്ടായിരുന്നു. സിമ്പിൾ. അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ജയിക്കണം. അത് ഇറ്റ് വാസ് വെരി ക്ലിയർ. എങ്ങനെയെങ്കിലും ഒരു റിസൾട്ട് എടുക്കണമെന്നുള്ള ഒരു ഭയങ്കര ഒരു അഗ്രസീവ് മെൻറ്റാലിറ്റി ആയിരുന്നു ഇന്ന് ചെൽസിയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റിയത്. ആൻഡ് ക്രെഡിറ്റ് ടു ദം. നമ്മുടെ കയ്യിൽ പൊസഷൻ ഉണ്ടായിരുന്നെങ്കിലും സെക്കൻഡ് ഹാഫിൽ നമുക്കറിയാം കൈസയുടെ ഫസ്റ്റ് ഹാഫിൽ തന്നെ റെഡ് കാർഡ് കിട്ടിപ്പോയി. അത് യെല്ലോ കാർഡ് ആക്കി മുക്കാൻ നമ്മുടെ ആൻ്റണി ടൈലറും ഒരുപാട് ശ്രമിച്ചു. നിങ്ങൾ കളി കാണാത്തവർക്ക് വേണ്ടി ഞാനിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം കൈസയുടെ ഒരു ചാലഞ്ച് മെറീനോടെ, ഓക്കെ, ഹൈ ക്ലിയർ സ്റ്റഡ് ചാലഞ്ച് മെറീനോയിൽ ചാലഞ്ച് ചെയ്തിട്ട് കൈസയുടെ വക വൻ ഓസ്കാർ ലെവൽ അഭിനയം. എന്നിട്ട് രണ്ടുപേരും ഓൺ ദ ഗ്രൗണ്ട്. കൈസേഡോ കിടന്ന് അവിടെ അങ്ങ് വിറയ്ക്കുകയാണ്, ലൈക്ക് സംവൺ ട്രൈ ടു കിൽ ഹിം. അങ്ങനത്തെ അങ്ങനത്തെ അഭിനയം. എൻ്റെ മോനെ, ഞാൻ വിചാരിച്ചു, കാരണം ഗെയിം ഈസ് ഗോയിങ് ഓൺ. ഓൾറെഡി ആൻ്റണി ടൈലർ അക്നോളജ് ചെയ്തായിരുന്നു അതൊരു അഡ്വാൻറ്റേജ് ആണെന്ന്. ആൻഡ് ദ ഗെയിം ഈസ് മൂവിങ് ഓൺ, ഗെയിം ഈസ് ഗോയിങ്. അപ്പോൾ നമ്മളത് കാണുന്ന ആരെ ഫൗൾ ചെയ്ത് എന്താ സംഭവം, ആകെ കൺഫ്യൂഷൻ. പിന്നെ നമ്മൾ എന്താണ് റീപ്ലേ കാണുമ്പോഴല്ലേ ഒരുത്തനെ ചവിട്ടി ഒതുക്കിയിട്ട് തറക്കിടന്നങ്ങനെ അഭിനയിച്ച് മറിക്കുകയാണ് നമ്മുടെ കൈസേഡോ. ആൻ്റണി ടൈലർ ഉടനെ വന്നിട്ട് അക്നോളജ് ചെയ്ത ആ ഫൗൾ വന്നിട്ട് നൈസായിട്ട് യെല്ലോ കാർഡിൽ മുക്കാൻ നോക്കുന്നു. ബ്രില്യൻ മൂവ് ബൈ ആൻ്റണി ടൈലർ. ഇന്നത്തെ റഫറിങ്, വൺ ഓഫ് ദ വേഴ്സ്റ്റ് റഫറിങ്, അതിലേക്ക് ഞാൻ വരാം. മുക്കാൻ നോക്കുന്നു, വാറ് അതിൽ ഇടപെടുന്നു. വാറ് പറയുന്നു വി തിങ്ക് ഇറ്റ്സ് ആൻ യെല്ലോ കാർഡ് ഒഫൻസ്, പോയി ചെക്ക് ചെയ്തപ്പം ക്ലിയറായി ദാറ്റ്സ് എ റെഡ് കാർഡ് ഒഫൻസ് എന്ന് വരുന്നു. റെഡ് കാർഡ് കൊടുക്കുന്നു. ഫസ്റ്റ് 10 മിനിറ്റ്സിനുള്ളിൽ 4 യെല്ലോ കാർഡ്. വാസ് ഇറ്റ് റിയലി നെസസറി? ഒരുപാട് ഇൻകൺസിസ്റ്റൻസി ഇന്നത്തെ റെഫറിങ്ങിൽ. ഇൻകൺസിസ്റ്റൻസി. ഞാൻ ആർസണലിന് ഐം സേയിങ് ദിസ് ഓവറോൾ, ഓക്കെ. ഞാൻ ആർസണലിനെതിരെ പോയ ഡിസിഷൻ മാത്രമല്ല, ചെൽസിക്കെതിരെ പോയ ഡിസിഷൻസും ഞാൻ പറയുന്നത് റോങ് തന്നെയാണ് ഞാൻ പറയുന്നത്, ഓക്കെ. ലോഡ് ഓഫ് ഇൻകൺസിസ്റ്റൻസീസ്. ഒരു ത്രോയിങ് ആർസണലിന് കിട്ടാനായിരുന്നു, തന്നില്ല. അതുപോലെ തന്നെ ഒരു കോർണർ ചെൽസിക്ക് കിട്ടണ്ടായിരുന്നു, അത് കൊടുത്തില്ല. അതുപോലെ തന്നെ ഒരു കോർണർ ആർസണലിന് കിട്ടാണ്ടായിരുന്നു, തന്നില്ല. ഫസ്റ്റ് 13 മിനിറ്റ്സിൽ 3 യെല്ലോ കാർഡ്. സുബമെൻഡിക്ക് ഡയറക്റ്റ് ഫസ്റ്റ് ചാലഞ്ചിൽ തന്നെ യെല്ലോ കാർഡ്. അത് കഴിഞ്ഞ് നമ്മുടെ കാലഫിയോറിക്ക് യെല്ലോ കാർഡ്, മൊസ്കേറയ്ക്ക് യെല്ലോ കാർഡ്. മൊത്തത്തിൽ ആദ്യം തന്നെ അങ്ങ് ലോക്ക് ചെയ്യുന്നു. ആദ്യം തന്നെ ആ ഗെയിം അങ്ങ് കില്ല് ചെയ്യാണ് ബൈ ആൻ്റണി ടൈലർ. ആൻഡ് there were a lot of inconsistencies, seriously. Anyway, ഇൻകൺസിസ്റ്റൻസി പറയുമ്പോൾ ഒരെണ്ണം കൂടെ പറയണം. ടിംബറിനെതിരെ ഒരു ബോഡി പുഷ്, ഷോൾഡർ പുഷ് എന്ന് പറഞ്ഞു ഒരു ഇതുണ്ടായിരുന്നു, ഒരു ക്ലെയിം ഉണ്ടായിരുന്നു, ഒരു ഫൗളേ കൊടുത്തില്ല. ഈ സെയിം ചാലഞ്ച് MLS, എനിക്കൊന്ന് പെഡ്രോ നെറ്റോയിലാണെന്ന് തോന്നുന്നു, ഒരു ഫൗൾ ചെയ്തു, ഷോൾഡർ പുഷ്. അത് പക്ഷേ ഫൗളായിട്ട് കൊടുത്തു. സെയിം സിനാരിയോ, സെയിം ഫൗൾ, സെയിം എവറിത്തിങ്. വേർ ഇസ് ദ കൺസിസ്റ്റൻസി? എവിടെയാണെങ്കിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി എവിടെ? ചെൽസിക്ക് കൊടുത്തില്ല, ഓക്കെ, നോ പ്രോബ്ലം, കൊടുക്കണ്ട, നോ പ്രോബ്ലം. ബട്ട് ആർസണൽ ചെയ്യുമ്പോൾ എന്തിനാണ് കൊടുക്കുന്നത്? സോ ഇന്നത്തെ റെഫറിങ് വാസ് വൺ ഓഫ് ദ വേഴ്സ്റ്റ് റെഫറിങ് ഞാൻ ഈ സീസണിൽ കണ്ടത്. നൗ കമ്മിങ് ബാക്ക് ടു ദ ഗെയിം. അങ്ങനെ റെഡ് കാർഡ് കിട്ടുന്നു. അപ്പോഴും കളി 0-0 എന്ന് നിൽക്കുകയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം നമ്മളെല്ലാവരും വിചാരിക്കുന്ന ആർസണൽ വിൽ അറ്റാക്ക്. ബട്ട് ആലോചിക്കണം, ഓൾറെഡി നമ്മുടെ ബാക്ക് ഫോറിൽ ടിംബർ ഒഴികെ ബാക്കി എല്ലാവർക്കും യെല്ലോ കാർഡ്, സുബമെൻഡിക്കും യെല്ലോ കാർഡ്. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ബട്ട് ഐ റിയലി തോട്ട് കുക്കറേക്ക് യെല്ലോ കാർഡ് കിട്ടിയപ്പം സാക്ക കുറച്ചുകൂടെ ബ്രേവായിട്ട് കളിക്കുമെന്ന്. ആ സാക്ക നമ്മുടെ സ്റ്റാർ ബോയ് ആണ്, എഗ്രി. സാക്കയെ നമ്മൾ ലാസ്റ്റ് വരെ ഡിഫെൻഡ് ചെയ്യും, ഓക്കെ, യാതൊരു സംശയമില്ല. ബട്ട് കം ഓൺ ഗൈസ്, വി ഹാവ് ടു അക്നോളജ് ദ ഫാക്ട്, ഇന്ന് സാക്ക ബാങ് ആവറേജ് എന്ന് പോലും പറയാൻ പറ്റത്തില്ല, ഹി വാസ് ബിലോ ആവറേജ്. എതിരഭിപ്രായമുള്ളവർ പറയാം. ഞാൻ എൻ്റെ പ്രിവ്യൂവിൽ ഞാൻ സാക്കനെ ഡ്രോപ്പ് ചെയ്തപ്പം എല്ലാവരും ഭയങ്കര
they were like comment box disrespecting Saka. Saka never. When did Saka have a good game against Chelsea? Against Kukuraya. Kukurayക്ക് യെല്ലോ കാർഡ് കിട്ടി കഴിഞ്ഞിട്ട് സാക്കയുടെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു കുക്കറയ. ആൻഡ് ഐ ഹാവ് ടു സേ കുക്കറയ ആൻഡ് റീസ് ജെയിംസ്, വാട്ട് എ ഗെയിം ദേ ഹാഡ്. റീസ് ജെയിംസ് മാൻ, വാട്ട് എ പ്ലെയർ. ഇന്ന് റീസ് ജെയിംസിൻ്റെ ഗെയിം ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം ഗൈസ് ചെൽസി സ്റ്റെപ്ഡ് അപ്പ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അവർക്കായിരുന്നു ഈ ഗെയിം ജയിക്കണമെന്നുള്ളത്. അവർക്കൊരു കോർണർ കിട്ടുന്നു, ആർസണൽ ഗോൾ അടിക്കുന്നതിൻ്റെ കൂട്ടത്തെ ഒരു പെർഫെക്റ്റ് ഗോൾ, ആൻഡ് വി ആർ 1-0 ഡൗൺ. ബട്ട് ഞാൻ അത്ര വലിയ എന്താ പറയുന്നതായിരുന്നു, ലൈക്ക് ഐ വാസ് നോട്ട് വറീഡ്. കാരണം ദർ വർ ലോട്ട് ഓഫ് ടൈം ലെഫ്റ്റ്, ഓൾമോസ്റ്റ് 40 minutes അപ്പോഴും നമുക്ക് ബാക്കി കിടക്കുമായിരുന്നു. ആൻഡ് നമ്മൾ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. എനിവേ നോനി ഗെയിമിൻ, ഓഡഗാർഡ് വന്നു. ഈ സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പം നമുക്ക് ഗ്യോക്കറൈസിൻ്റെ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഇച്ചിരി ലേറ്റ് ആയോ എന്നുള്ള കാര്യം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മാർട്ടിനെല്ലിനെ മാറ്റിയിട്ട് നോനി വരുന്നു, ഓഡഗാർഡ് വരുന്നു, ഇവർ രണ്ടുപേരും വരുന്നു. അങ്ങനെ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ഒരു ക്രോസ് വരുന്നു, നമ്മുടെ മെറീനോടെ ഹെഡർ, ഗോൾ. അങ്ങനെ ഈക്വലൈസ് ആയി കഴിഞ്ഞിട്ട് അവിടെയാണ് ആക്ച്വലി ദ പ്രോബ്ലം സ്റ്റാർട്ടഡ്. ഒരു കനൻഡ്രം സ്റ്റാർട്ടഡ്, ഒരു കൺഫ്യൂഷൻ സ്റ്റാർട്ടഡ്. നമ്മൾ ഓൾ ഔട്ട് അറ്റാക്ക് പോകാൻ പറ്റത്തില്ല. ഓൾ ഔട്ട് അറ്റാക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് ഫോറിൽ ഇപ്പം ആക്ച്വലി എല്ലാവർക്കും യെല്ലോ കാർഡ്, MLS യെല്ലോ കാർഡ്, മൊസ്കേറ യെല്ലോ കാർഡ്, എൻകപ്പിയ യെല്ലോ കാർഡ്, ടിംബറിന് യെല്ലോ കാർഡ്, ടിംബറിനില്ലെന്ന് തോന്നുന്നു കേട്ടോ, ടിംബറിന് യെല്ലോ കാർഡില്ല. സോ എല്ലാവർക്കും യെല്ലോ കാർഡ്, 3 പേർക്ക് ബാക്ക് ഫോറിലെ 4-ലെ 3 പേർക്കും യെല്ലോ കാർഡ്. സോ ഇവിടെ കൺഫ്യൂഷൻ സ്റ്റാർട്ടഡ്. ഹൗ ക്യാൻ വി അറ്റാക്ക് മോർ ബ്രേവ്ലി? പറ്റത്തില്ല. സോ നമ്മുടെ ബിൽഡപ്പ് സ്ലോ ആവാൻ തുടങ്ങി. വി കുഡിൻ ആ 10 man ചെൽസിക്ക് എപ്പോഴൊക്കെ ബോൾ കിട്ടിയോ ദേ വർ ടൂ ഷാർപ്പ് വിത്ത് ദർ ട്രാൻസിഷൻ. അവരുടെ ട്രാൻസിഷനിലും അവരുടെ ഷോട്ടിലും എല്ലാത്തിലും ഒരു ഇൻറ്റൻറ്റ് ഉണ്ടായിരുന്നു, ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. സോ അങ്ങനത്തെ ആ ഒരു ടീമിനെതിരെ ഇഫ് യു ആസ്ക് മീ, ഓക്കെ, ഞാനിത് ആർസണലിനെ ഡിഫെൻഡ് ചെയ്യുന്നില്ല. ആർസണൽ എന്നൊക്കെ മോശമായിട്ട് കളിച്ചിട്ടുണ്ട്, ഞാൻ സ്ലാൻഡർ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ എൻ്റെ ചാനൽ ഫോളോ ഈ സീസൺ തുടക്കം തൊട്ട് ഫോളോ ചെയ്തവർക്കറിയാം. ഫസ്റ്റ് 5 games ഞാൻ ആർസണലിനെതിരെ എന്തൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. സോ ഇന്നത്തെ ഗെയിം ഇഫ് യു ആസ്ക് മീ, ആർസണൽ വളരെ മെച്ചുവറായിട്ടാണ് കളിച്ചത്. അവർ ഭയങ്കര അഗ്രസീവായിട്ടാണ് കളിക്കുന്നത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് പൊസിഷൻ വെക്കാം, നമ്മൾ സ്ലോ ബിൽഡപ്പ് ചെയ്യാം, അതിൽ നിന്ന് ഗോൾ അടിക്കുന്നെങ്കിൽ ഗോൾ അടിക്കാം, എന്നിട്ട് നമുക്ക് ഈ ഗെയിം വൈൻഡപ്പ് ചെയ്യാം. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ബിൽഡപ്പ് ചെയ്യുന്ന നമ്മൾ ട്രൈ ചെയ്തു. ടിംബറിന് ഒരു ചാൻസ് തരും, ഒരു ഹെഡർ. ഇഫ് യു ആസ്ക് മീ, ആ ടിംബർ ആ സാധനം ഗ്യോക്കറൈസിന് അത് വിട്ടു കൊടുക്കണമായിരുന്നു. ഓർ ഗ്യോക്കറൈസ് കുറച്ചുകൂടെ എഫേർട്ട് ഇട്ട് ടിംബറിനെ അറിയിക്കണമായിരുന്നു, എന്താണ് മൈ ബോൾ എന്ന്. ഐ ഡോണ്ട് നോ, യുനോ ഹി ഷുഡ് ഹാവ് ലെറ്റ് ദ പ്ലെയർ നോ ദാറ്റ് ലീവ് ദ ബോൾ, ഞാൻ ഹെഡ് ചെയ്യാമെന്നുള്ളത്. കാരണം അത് ഗ്യോക്കറൈസിന് ഒരു ഫ്രീ ഹെഡർ ആയിരുന്നു. ഹി ഷുഡ് ബി ദ ഗൈ ടെല്ലിങ് ഹിം ലീവ് ഇറ്റ് എന്നുള്ള ഒരു സാധനം. കമ്മ്യൂണിക്കേഷൻ, ഇറ്റ്സ് ഓക്കെ ലീവ് ഓൾ ദാറ്റ്. അപ്പം ഗ്യോക്കറൈസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഗ്യോക്കറൈസിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ, അപ്പോൾ ഗ്യോക്കറൈസ് വന്നു കഴിഞ്ഞ് അവരുടെ ഡിഫൻസ് കുറച്ച് സ്ട്രെച്ചായി. ദിസ് വാസ് ഈസി ടു ഫൈൻഡ്. കുറച്ചുകൂടെ ചാൻസസ് നമുക്ക് ക്രോസിൽ നിന്ന് നമുക്ക് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. സോ ഐ ഫീൽ ലൈക്ക് ഗ്യോക്കറൈസിനെ കുറച്ചുകൂടെ മുമ്പ് ഇറക്കുമായിരുന്നെങ്കിൽ നമ്മൾ ജയിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. മേ ബി വി കുഡ് ഹാവ് ക്രിയേറ്റഡ് മോർ ചാൻസസ്. ആ ടിംബറിന് കിട്ടിയ ചാൻസസ് പോലെ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നോനി വന്നു, നോനി നന്നായിട്ടാണ് കളിച്ചത് കേട്ടോ. നോനി ഹി പ്ലേഡ് വെൽ. ഐ വുഡൻ സേ എക്സ്ട്രാ ഓർഡിനറി ആൻഡ് ഓൾ ദാറ്റ്. ഇന്നത്തെ ഗെയിമിൽ ഫ്രം ആർസണൽ ടീം നമ്മുടെ റൈസാണ് ഏറ്റവും നന്നായിട്ട് കളിച്ചത്. ബാക്കി എല്ലാവരെയും അങ്ങ് ലോക്ക് ചെയ്തു, യെല്ലോ കാർഡ് വെച്ച് ലോക്ക് ചെയ്തു. സോ അവർക്ക് ആർക്കും അങ്ങോട്ട് അവരുടെ ബെസ്റ്റിലേക്ക് അങ്ങോട്ട് കളിക്കാൻ പറ്റില്ല, ഫ്രീ ആയിട്ട് അങ്ങോട്ട് കളിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ഒരു യെല്ലോ കാർഡ് ഓൾറെഡി ഉണ്ട്. റെഡ് കാർഡിലേക്ക് മാറാൻ യു ആർ ഓൺലി 1 reckless challenge away. സോ ഇങ്ങനെയായിരുന്നു കളി. സോ അങ്ങനെ അത് 90 minutes വരേക്കും ചെല്ലുന്നു. മറന്നുപോയി ഗൈസ്, എനിക്കൊന്നും ഒരു 5 യെല്ലോ കാർഡ് ഉണ്ടായിരുന്നേ ഫസ്റ്റ് ഹാഫിൽ. ആൻഡ് കൈസൈഡോ ഇൻസിഡൻറ്റ് നല്ല സമയമെടുത്തു ആ ഡിസിഷനിലേക്ക് വരാൻ. ക്യാൻ യു ഗെസ് എത്ര മിനിറ്റ് ഇഞ്ചുറി ടൈം കൊടുത്തതെന്ന്? വെറും 5 minutes ഫസ്റ്റ് ഹാഫിൽ. ഇൻ മൈ ഒപ്പീനിയൻ അതൊരു മിനിമം 8 minute-നുള്ള ഇതുണ്ടായിരുന്നു. കാരണം ഒരുപാട് പ്രാവശ്യം ഗെയിം ഡിലേ ആയി. സെക്കൻഡ് ഹാഫിലും അതുപോലെ തന്നെ വെറും 4 minutes ആണ് കൊടുത്തത്. അതും
അതും 93, 59, 94 ആയപ്പോൾ തന്നെ വിസിലടിച്ചു. ഇന്നത്തെ ആൻ്റണി ടൈലറിൻ്റെ റഫറിങ്, ഇറ്റ് നീഡ്സ് ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ് റിയലി.